ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഞാൻ നല്ലൊരു ഷാഹി പനീറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഷാഹി പനീർ. ഷാഹി പനീർ തന്നെ പല തരത്തിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന് തന്നെ പല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷാഹി പനീർ. പിന്നെ കുറച്ചും കൂടിയൊക്കെ നല്ല വിശദീകരിച്ച് ഉണ്ടാക്കുന്ന ഷാഹി പനീർ ഞാൻ പിന്നെ എപ്പോഴേലൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ ഷാഹി എന്നുള്ളതിൻ്റെ അർത്ഥം റോയൽ എന്നാണ്. അപ്പോൾ ആ കറിക്കും ആ ഒരു റോയൽ ടച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടായിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. അപ്പോൾ ഇതുപോലത്തെ കറികൾക്കൊക്കെ റിഫൈൻഡ് ഓയിലായിരിക്കും നന്നാവുക. അപ്പോൾ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അത് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഹോൾ ഗരം മസാല ഇട്ട് കൊടുക്കണം. അപ്പോൾ ഹോൾ ഗരം മസാലയുടെ അളവ് ഒട്ടും കൂടി പോകരുത്, പിന്നെ നമുക്കൊരു കുത്തുന്ന ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഏലക്ക ഇടുക, ഒരു 5 കരയാമ്പൂ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു 6-7 കുരുമുളക് മണി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു ബേ ലീഫ്. ഇത്രയാണ് സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു 5 വെളുത്തുള്ളി ഇടുന്നുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറേ വലുപ്പമാവരുത്. അതും കൂടി എല്ലാം വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഇട്ടാൽ മതി. നമുക്കിത് അരയ്ക്കാനുള്ളതാണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് ഇളക്കുക. പിന്നെ ഒരു വലിയ പിടി അണ്ടിപ്പരിപ്പും, ഒരു 10-12 അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ട്, അതായത് ഒരു വലിയ പിടി. തക്കാളി ഇട്ടു, ഒരു 4 തക്കാളി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 സവാളയാണ് ചേർക്കുന്നത്. അപ്പോൾ സവാളയുടെ അളവ് തക്കാളിയുടെ അളവിനേക്കാൾ കുറവായിരിക്കും. വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞിടാം. മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു 3 മീഡിയം സൈസുള്ള സവാള, അതിന് ഒരു 4 തക്കാളി എന്നുള്ള കണക്കിലാണ് എടുത്തിരിക്കുന്നത്. ഞാനെടുത്ത തക്കാളി ഒട്ടും പുളി ഉള്ളതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, തക്കാളി പുളി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം അളവ്. കാരണം നമ്മൾ ഷാഹി പനീറിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും തക്കാളി പുളി കൂടുതലുണ്ടാവില്ല. ആ കറി കൂടുതൽ കറിക്ക് എപ്പോഴും ഒരു സ്വീറ്റ്നെസ് ആയിരിക്കും, ഒരു മധുരമായിരിക്കും, ചെറിയൊരു മധുരമായിരിക്കും. ഒരിക്കലും പുളി ഉണ്ടാവാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. അപ്പോൾ പുളി ഉണ്ടെങ്കിൽ തക്കാളിയുടെ അളവ് കുറയ്ക്കുക. ഞാനിതിൽ കറുവപ്പട്ടയുടെ കഷ്ണം ഇട്ടപ്പോൾ 2 കഷ്ണം വീണുണ്ടായിരുന്നു. അതിന്നൊരു കഷ്ണം ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം കറുവപ്പട്ടയുടെയൊക്കെ ടേസ്റ്റ് കൂടുതലായി പോയാൽ പിന്നെ നമുക്ക് ഈ കറി ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് ഇടുമ്പോൾ 2 കഷ്ണം വീണുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം ഇട്ടാൽ മതി. ഇനി ഇത് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറണം, റോ ടേസ്റ്റ് മാറണം. ഒരു 6-7 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുക കേട്ടോ. ഇത്രേ വേണ്ടൂ. അപ്പോൾ അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, റോ ടേസ്റ്റൊക്കെ പോയി. ഇനി ഇത് നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം മാത്രം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. നന്നായി തണുത്തതിൻ്റെ ശേഷം, അല്ലെങ്കിൽ ചിലപ്പോൾ മുഖത്തേക്കൊക്കെ തെറിക്കും. തണുത്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം യൂസ് ചെയ്യുക. എനിക്ക് ആവശ്യമുള്ള എണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി ആ എണ്ണ ഒന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം എണ്ണ നമ്മൾ ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം മാത്രം പൊടികൾ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചൂടാക്കി പൊടിച്ചതാണ്, ക്യുമിൻ സീഡ് പൗഡർ, അത് ചേർത്തു. ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ നമുക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ട് എത്ര വെച്ചാൽ ഗരം മസാല കൂടി ചേർക്കുക. അപ്പോൾ ഗരം മസാലയുടെ റെസിപ്പിയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഗരം മസാല അതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതും കൂടി ചേർത്തിട്ട് കുറച്ച് കസൂരി മേത്തി ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാതിരിക്കാം. പക്ഷേ അത് ഇതുപോലത്തെ കറികൾക്കൊക്കെ അതാണ് ആ മെയിൻ ഫ്ലേവർ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചില സ്ഥലത്തൊന്നും ഇത് കിട്ടില്ലെങ്കിൽ ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. തീർച്ചയായിട്ടും കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. എന്നിട്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതൊന്ന് ചൂടാക്കുക. കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഞാൻ ഫ്ലെയിം പിന്നീട് ഓൺ ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പേസ്റ്റ് കൊണ്ട് ചേർക്കാം. കരിഞ്ഞു പോകരുത് കേട്ടോ, കരിഞ്ഞു പോയാൽ പണി കിട്ടും.
ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം തിളച്ചിട്ട് ആ എണ്ണ അങ്ങനെ മീതെ തെളിഞ്ഞു വരും. ആ മസാല നന്നായിട്ട് മൂക്കും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഈ മസാല എല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് എണ്ണയിലേക്ക് ഒഴിച്ചാലും മതി കേട്ടോ. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ കരിയുന്ന ആ ഒരു പ്രശ്നം വരില്ല, ആ ഒരു ടെൻഷൻ വേണ്ട. അപ്പോൾ അത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പേസ്റ്റ് അങ്ങോട്ട് ചേർക്കാം. കണ്ടില്ലേ, വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും മസാലയിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞു വരും. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഇതിലേക്ക് അങ്ങോട്ട് ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് നമുക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, അതങ്ങനെ കാണിക്കാൻ അത് വിട്ടുപോയതാണ് കേട്ടോ. കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ആ എണ്ണ ഇങ്ങനെ കിനിഞ്ഞു വരും, അതുവരെ കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഉപ്പും കൂടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തു. പിന്നെ ഇതിലേക്ക് ഒരു ലേശം പഞ്ചസാര ചേർക്കണം. ഈ ഷാഹി പനീർ എന്നൊക്കെ പറഞ്ഞാൽ അതിന് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ലേശം പഞ്ചസാര ചേർക്കുക. പഞ്ചസാരയുടെ അളവ് നിങ്ങൾ കുറച്ച് അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ഇങ്ങനത്തെ കറികളിലൊക്കെ കുറച്ച് ചേർക്കും. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചിട്ട് അതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ എണ്ണ കിനിയും. ഇതിങ്ങനെ അല്ലാതെ പേസ്റ്റ് ആവുക കാരണം വല്ലാതെ അങ്ങനെ എണ്ണ മീതെ വരുമൊന്നുമില്ല. അപ്പോൾ ഇത് എണ്ണയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടില്ലേ, സൈഡിലൊക്കെ എണ്ണയൊക്കെ കിനിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക. വല്ലാതെ അങ്ങനെ ലൂസായിരിക്കില്ല കേട്ടോ. ഇതിൻ്റെ ഗ്രേവി ഒരു ചെറുതായിട്ടൊരു അങ്ങനെ കട്ടിയിലായിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഒരു 200 ഗ്രാം മുതൽ 300 ഗ്രാം വരെ പനീർ ചേർക്കാം. നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. കുറച്ച് മല്ലിയിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പനീർ ഞാൻ വീട്ടിലുണ്ടാക്കിയ നല്ല ഹോം മെയ്ഡ് സോഫ്റ്റ് പനീറാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിന് മുന്നേ ഒരാഴ്ച മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പനീർ ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ നിങ്ങൾ കാണാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക. ഇത് എന്നിട്ട് അടച്ചിട്ട് 1-2 മിനിറ്റ് മാത്രം അടച്ചു വയ്ക്കാവൂ. പനീരൊന്നും കൂടുതൽ നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ല, അത് റബ്ബറി ആയി പോകും. അതിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള കാരണം അത് റബ്ബറി പോലെയാവും. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ പനീരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അതിലിട്ടിട്ട് ഒന്ന് തിള വന്നാൽ മാത്രം മതി. കുറേ നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പനീർ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പനീർ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറിയൊക്കെ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ കറിയാണത്. ജസ്റ്റ് കുറേ നേരിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വഴറ്റിയിട്ട് അത് പേസ്റ്റ് ആക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇതിൽ നമുക്ക് ക്രീം വേണമെങ്കിൽ ഫ്രഷ് ക്രീമൊക്കെ ചേർക്കാം. അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇപ്പോൾ ഗാർണിഷ് ചെയ്യാൻ മീതെ മാത്രം കുറച്ചിങ്ങനെ ഒഴിച്ച് കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ഇതിൽ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എങ്ങാനും ഉണ്ടാക്കുമ്പോൾ മസാലയുടെ കുത്ത് തോന്നുന്നുണ്ടെങ്കിൽ പാലിൻ്റെ ക്രീം അല്ലെങ്കിൽ പാൽപ്പാട കുറച്ച് പാലിലിട്ടിട്ട് അടിച്ചിട്ട് ഇതിൽ ചേർത്താലും മതി കേട്ടോ. അങ്ങനെയാകുമ്പോഴും ശരിയാവും. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം മീതെ ഒഴിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.